ജയിലിൽ അടയ്ക്കപ്പെട്ട സമർപ്പിത സഹോദരിമാർക്കായി സെക്കന്ദരാബാദിൽ വിശുദ്ധ മദർ തെരേസയുടെ പ്രതിമയ്ക്ക് മുന്നിൽ തിരികളേന്തി ക്രൈസ്തവ സമൂഹം. ശംഷാബാദ് ബിഷപ്പ് പ്രിൻസ് ആന്റണിയുടെ നേതൃത്വത്തിൽ നിശബ്ദ റാലിയും ധർണയും നടത്തപ്പെട്ടു. ഛത്തീസ്ഗഡിൽ അടിസ്ഥാനരഹിതമായ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെ ഉടൻ ജയിൽ മോചിപ്പിക്കണമെന്നും അവർക്ക് നീതി ലഭ്യമാക്കാൻ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സെക്കന്ദരാബാദിൽ വിശുദ്ധ മദർ തെരേസയുടെ പ്രതിമയ്ക്ക് മുന്നിൽ തിരികളേന്തി ക്രൈസ്തവ സമൂഹം. ശംഷാബാദ് ബിഷപ്പ് പ്രിൻസ് ആന്റണിയുടെ നേതൃത്വത്തിൽ നിശബ്ദ റാലിയും ധർണയും നടത്തപ്പെട്ടു. ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ മലയാളികളായ 2 സന്യസ്തരെ അനധികൃതമായി അറസ്റ്റ് ചെയ്യുകയും സമൂഹത്തിന്റെ പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നവരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്ത നടപടി നീതി നിഷേധവും ഭരണഘടനാ ലംഘനവുമാണ്. കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്നും ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും പ്രതിഷേധ റാലിയും ധർണയും മൗനമായി ആവശ്യപ്പെട്ടു. അനീതിക്കെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ചിത്രമായിരുന്നു സെക്കന്ദരാബാദിൽ നടന്ന പ്രതിഷേധം. സന്യസ്തർക്ക് ഐക്യദാർഢ്യം അറിയിച്ച് വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നുള്ള 1000-ലധികം ആളുകൾ റാലിയിൽ ഒത്തുകൂടി. ഹൈദരാബാദ് സാന്തോം യൂത്ത് മൂവ്മെന്റാണ് റാലിക്ക് നേതൃത്വം നൽകിയത്. നഗരത്തിലുടനീളമുള്ള ഇടവക വൈദികർ, കന്യാസ്ത്രീകൾ, ഇടവകക്കാർ, യുവജനങ്ങൾ എന്നിവരുടെ ഹൃദയംഗമമായ പങ്കാളിത്തം റാലിയെ ഊർജ്ജസ്വലമാക്കി. സെക്കന്ദരാബാദിലെ സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലി സെക്കന്ദരാബാദിലെ വിശുദ്ധ മദർ തെരേസയുടെ പ്രതിമയ്ക്ക് മുന്നിലാണ് സമാപിച്ചത്. പ്രാർത്ഥനകളുമായി ബാനറുകളും പ്ലക്കാർഡുകളും കൈകളിലേന്തി വിശ്വാസികൾ നിശബ്ദമായി ഒരുമിച്ച് നടന്നു. വിശ്വാസം ഭയമല്ല, ക്രൈസ്തവർക്കെതിരായ അനീതി നിർത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ വഹിച്ചുകൊണ്ട് സമാധാനപരമായി നീങ്ങിയ റാലി വിശ്വാസികളുടെ ഉറച്ച സന്ദേശം പ്രതിഫലിപ്പിച്ചു. വിശുദ്ധ മദർ തെരേസയുടെ പ്രതിമയ്ക്ക് മുന്നിൽ റാലി അവസാനിച്ചപ്പോൾ കരുണ, സേവനം, നീതി എന്നിവയുടെ പ്രതീകമായ സമർപ്പിത ജീവിതങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അനുയോജ്യ സ്ഥലത്തെത്തി. വിശുദ്ധ മദർ തെരേസയ്ക്ക് മുന്നിൽ വിശ്വാസികൾ കത്തിച്ച മെഴുകുതിരികളും ഏന്തി അണിനിരന്നു. ബിഷപ്പ് പ്രിൻസ് ആന്റണി പ്രത്യാശയുടെയും പ്രോത്സാഹനത്തിന്റെയും വാക്കുകളോടെ സദസ്സിനെ അഭിസംബോധന ചെയ്തു. സമാധാനത്തിനും ഐക്യത്തിനും എല്ലാ പൗരന്മാരുടെയും, പ്രത്യേകിച്ച് സേവനത്തിനായി ജീവിതം സമർപ്പിച്ചിരിക്കുന്നവരുടെയും അവകാശങ്ങളുടെ സംരക്ഷണത്തിനും ബിഷപ്പ് ആഹ്വാനം ചെയ്തു. ഞങ്ങളിവിടെ പ്രതിഷേധത്തിലല്ല, പ്രാർത്ഥനയിലാണെന്നും ബിഷപ്പ് പറഞ്ഞു. തുടർന്ന് 2 സഹോദരിമാരുടെയും സുരക്ഷയ്ക്കും വേഗത്തിലുള്ള മോചനത്തിനും സമൂഹത്തിൽ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയും കൂട്ടായ പ്രാർത്ഥനകൾ അർപ്പിച്ചു. പ്രതികൂല സാഹചര്യങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ശക്തിയും ഐക്യത്തിനും സമാധാനത്തിനും നീതിക്കും വേണ്ടിയുള്ള അവരുടെ പ്രതിബദ്ധതയ്ക്കും ഈ റാലി സാക്ഷ്യം വഹിച്ചു. നാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.